സാധാരണക്കാരന്റെ അടുക്കള അടപ്പിക്കുന്ന തരത്തിലുള്ള പ്രക്രിയയിലേക്കാണ്, തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ അടുത്ത ദിവസം പ്രഖ്യാപിച്ച സബ്സിഡി പിൻവലിക്കൽ, അതായത് അവര് ഇലക്ഷനിൽ 2016-17 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു 13 നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ അന്നത്തെ നിലയ്ക്ക് പിടിച്ചു നിർത്തും, അത് വർദ്ധിപ്പിക്കുകയില്ല, വർദ്ധിക്കാതെ നോക്കുമെന്ന്. അത് 2017-18 രണ്ടാമത്തെ ഭരണം പിടിച്ചെടുക്കുന്ന സമയത്തും മാറ്റമില്ലാതെ തുടർന്നു. അത് പ്രഖ്യാപനം പുതുക്കിയില്ല. പക്ഷേ ആ പഴയ ഗവൺമെന്റിന്റെ തുടർച്ച കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ പിന്തുടരുമല്ലോ. ആ തരത്തില് ഇപ്പോഴും പാലിക്കപ്പെടേണ്ട ആ പ്രഖ്യാപനമാണ് പിൻവലിച്ചുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പല തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതാണ്, തിരുവോണത്തിന്റെ സമയത്ത് തന്നെ വലിയ പ്രതിസന്ധിയിലായിരുന്നു സപ്ലൈകോയ്ക്ക് ടെൻഡർ ക്ഷണിച്ചപ്പോൾ എടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ടെൻഡർ എടുക്കേണ്ടത്. അങ്ങനെ ആരും തന്നെ ടെൻഡർ എടുക്കാൻ മുൻപോട്ട് വന്നില്ല. കാരണം അവർക്കൊക്കെ ഒരുപാട് കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. പിന്നെ അവസാനം അതായത് 15,000 കോടിയുടെ ടെൻഡർ ക്ഷണിച്ചപ്പോൾ 5,000 കോടിയുടെ ടെൻഡറാണ് എടുക്കാൻ ആൾക്കാർ മുൻപോട്ട് വന്നത്. അങ്ങനെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ബെഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ് എന്ന് പറയുന്നത് പോലെ ആര് എടുത്ത് എന്ത് കൊണ്ടുവന്നാലും, അതായത് സപ്ലൈകോ വഴി കൊടുക്കേണ്ടത് വളരെ നല്ല ഉൽപ്പന്നങ്ങളാണ്. പക്ഷേ അതായത് സർക്കാർ കൊടുക്കുന്ന എന്ന പേരിൽ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ക്വാളിറ്റി പരമായിട്ട് വളരെ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളായിരിക്കണം. പക്ഷെ ഇവിടെ വളരെ മോശം ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ വഴി പലപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഈ അടുത്ത നാളിൽ തന്നെയാണ് അംഗനവാടിക്ക് കൊടുത്ത ഉപ്പുമാവ് റവയില് പുഴുവുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത്തരം ഉൽപ്പന്നങ്ങളാണ് സംഭാവന ചെയ്യുന്നതെങ്കിൽ അതുപോലും നിർത്തലാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ ഓർക്കണം, UN ഫുഡ് പ്രോഗ്രാമിന്റെ ഇതനുസരിച്ച്, അതുപോലെ തന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ അനുസരിച്ച് 2030 ആകുമ്പോഴേക്കും നമ്മള് ആഗോള തലത്തിൽ പട്ടിണി ഇല്ലാതാക്കുക, അതാണ് രണ്ടാമത്തെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും പട്ടിണി ലോകത്ത് നിന്ന് ഉച്ചാടനം ചെയ്യുക, ഇല്ലാതെയാക്കുക. അതുപോലെ തന്നെ പോഷകാഹാര ദാരിദ്ര്യവും ഇല്ലാതെയാക്കുക. ഇത് രണ്ടാമത്തെ ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. പട്ടിണി ഇല്ലാതെയാക്കുക, പോഷകാഹാര ദാരിദ്ര്യവും ഇല്ലാതെയാക്കുക. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യയിൽ തന്നെയാണ് ഈ ലോകത്തെ പോഷകാഹാര ദാരിദ്ര്യമുള്ള 53% കുഞ്ഞുങ്ങൾ ഇന്ത്യയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ എപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്ന കേരളത്തിലാണ് 23%, അത് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്നവരാണ് പോഷകാഹാര ദാരിദ്ര്യമുള്ളവർ. അപ്പൊ അത്തരമുള്ള ഒരു സംസ്ഥാനത്ത് 23% പോഷകാഹാര ദാരിദ്ര്യമുള്ളവർ വസിക്കുന്ന സംസ്ഥാനത്ത് തീർച്ചയായിട്ടും സപ്ലൈകോ വഴി ധാന്യങ്ങളും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും, ഈ പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് പോഷകാഹാര സമൃദ്ധിയുടെ ലക്ഷണമാണ്. അവ കൊടുക്കാൻ പറ്റുന്നില്ല, എഡിബിൾ ഓയിലും കൊടുക്കാൻ പറ്റുന്നില്ല, അഥവാ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞിരിക്കുന്നത് 35% സബ്സിഡി നിലനിർത്തുമെന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 200% മുതൽ 330% വരെ വില ഉയർച്ച ഈ പറയപ്പെട്ട 13 ഉൽപ്പന്നങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറിയും കുറഞ്ഞും, ചിലതിനൊക്കെ 200% വില വർധന, ചിലതിന് 330% വരെ വില വർധന, അങ്ങനെയാണ് ഉണ്ടാകാൻ കഴിയുമെന്ന് നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ വിലവർധന ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് തീരെ പാവപ്പെട്ടവർക്ക് ഇത് വാങ്ങിക്കാൻ കഴിയുക അത്ര ഉയർന്ന വിലയ്ക്ക്? അതായത് ഗവൺമെന്റ് തന്നെ നിരത്തുന്ന ഒരു കണക്കുണ്ട്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കണക്കുണ്ട്. അതായത് ഇപ്പൊ 35% സബ്സിഡി തുടരും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ ധനമന്ത്രിയും പറഞ്ഞിരിക്കുന്ന 1446 രൂപയുടെ, അതായത് 13 സാധനങ്ങളുടെ ഓരോ കിലോ അല്ലെങ്കിൽ അനുവദിച്ച് പറഞ്ഞിരിക്കുന്ന ആ ക്വാണ്ടിറ്റി അനുസരിച്ച് 13 ഉൽപ്പന്നങ്ങൾക്കും കൂടി വരാവുന്ന വില
1446 രൂപയാണ്. അതായത് സബ്സിഡി ഇല്ലാത്ത വില 1446 രൂപയാണ്. അതിന് സബ്സിഡി അത്രയും സാധനങ്ങൾ 940 രൂപയ്ക്ക് ലഭ്യമാകും. സബ്സിഡി ആയിട്ടുള്ള സബ്സിഡി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ 35% സബ്സിഡി കിഴിച്ചു കഴിഞ്ഞാൽ 940 രൂപയ്ക്ക് ലഭ്യമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗവൺമെന്റ് പറയുന്നു സബ്സിഡി ഭാരം 35 കോടിയാണ് ഒരു മാസം ഉണ്ടാവുക. ഈ 35% സബ്സിഡി കൊടുക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാസം ഉണ്ടാകുന്ന സബ്സിഡി ഭാരം 35 കോടി രൂപയാണ്. അപ്പോൾ അങ്ങനെ 12 മാസം കൊണ്ട് എത്ര കോടി രൂപയുടെ 425 കോടിയുടെ സബ്സിഡി ഒരു വർഷം കൊടുക്കേണ്ടി വരും. അങ്ങനെ 35% സബ്സിഡിയോടുകൂടി ഇത് തുടരാം. അത്രയേ പറ്റൂ. അതായത് ഈ ഒരു രവി രാമൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിരുന്നു ഇതേപ്പറ്റി പഠിക്കാനായിട്ട്. അതായത് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഓണത്തിന് തന്നെ സപ്ലൈകോ നിർത്തലാക്കും എന്ന ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പം മാത്രവുമല്ല, അത് രവിരാമൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വന്ന ഒരു ആശങ്കാജനകമായ ഘട്ടം എന്ന് പറഞ്ഞാല് ഈ സപ്ലൈകോ ഗവൺമെന്റ് ഫണ്ട് ചെയ്യാതിരുന്ന, അതായത് സബ്സിഡിയോ ഒന്നും കൊടുക്കാതിരുന്ന സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അത് സബ്സിഡി അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് നൽകാനും വേണ്ടി സപ്ലൈകോ എന്തു ചെയ്തു? ബാങ്കുകൾ പോലും വായ്പ കൊടുക്കില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ സപ്ലൈകോയുടെ ആസ്തി പണയം വെച്ച് ഒരുപാട് വായ്പ എടുത്തു. ഒരുപാട് എന്ന് പറഞ്ഞാൽ 6500 കോടിയുടെ വായ്പയാണ് സപ്ലൈകോ എടുത്തത്. 6500 കോടിയുടെ വായ്പയും അതിന്റെ പലിശയും കൂടി കൊടുത്തു തീർക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് എല്ലാം വിറ്റ് സപ്ലൈകോ നിർത്തലാക്കുക എന്ന പരിപാടിയിലേക്ക് തന്നെ ഈ തിരുവോണത്തിന്റെ ആ അവസരത്തിലൊക്കെ സപ്ലൈകോ അങ്ങനെ തീരുമാനങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റി കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടാണ് സബ്സിഡി വെട്ടിക്കുറയ്ക്കുക, സാധനങ്ങളുടെ വില പിന്നെ വിപണിയുടെ രീതി അനുസരിച്ച് ഉയരുമ്പോൾ എത്ര ഉയർന്നാലും 35% സബ്സിഡി കൊടുക്കുക, ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപാണ് രവി രാമൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ രവി രാമൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ സബ്സിഡി കനത്ത പ്രഹരമാണ് സംസ്ഥാന ധനസ്ഥിതിക്ക്, അതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണം, മാറണം ഘട്ടങ്ങൾ. അതുകൊണ്ട് ആണ് രവിരാമൻ കമ്മീഷൻ പറഞ്ഞത് 30% സബ്സിഡി കൊടുത്താൽ മതി എന്നാണ്. പക്ഷേ അതിനുശേഷം മന്ത്രിതല സമ്മേളനത്തിലാണ് അത് 35% സബ്സിഡിയാക്കി ഉയർത്താൻ തീരുമാനിച്ചത്. അങ്ങനെ അവസാനം 35% സബ്സിഡി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ 35% സബ്സിഡിക്കാണ് ഈ പറഞ്ഞതുപോലെയുള്ള ചെലവുകൾ ഓരോ മാസവും വരുന്നത്. അത് വഹിക്കാം, അങ്ങനെ 425 കോടി വഹിക്കാം എന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ അവസാനം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വലിയ പ്രധാന അത് 58 ലക്ഷം 60 ലക്ഷം പേർക്കാണ് ഇങ്ങനെ സബ്സിഡൈസ്ഡ് സാധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഗവൺമെന്റ് സാധാരണ പറയാറുള്ളത്. എന്തിനാണ് ഈ 58 ലക്ഷം 60 ലക്ഷം പേർക്ക് ഇത് കൊടുക്കുന്നത്? അതായത് താഴെ തട്ടിലെ 2 തരം കാർഡ് ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രം ഈ സബ്സിഡി കൊടുത്താൽ പോരെ? അങ്ങനെ അവർക്ക് മാത്രം സബ്സിഡി കൊടുക്കുമ്പോൾ ഈ 35% സബ്സിഡി എന്നുള്ളത് പൂർണ്ണ സബ്സിഡി ആക്കി മാറ്റിക്കൂടെ? അങ്ങനെയാവുമ്പോൾ അവരെ സംരക്ഷണ വലയത്തിൽ തന്നെ നിർത്താം, ഗവൺമെന്റിന്റെ ആ ഇലക്ഷൻ വാഗ്ദാനം പാലിക്കുകയും ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ 58 ലക്ഷം 60 ലക്ഷം പേർക്ക് സബ്സിഡി കൊടുക്കണം, അങ്ങനെ 35% കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അർഹതയുള്ളവരെ തള്ളിയിടുകയാണ്, അവരുടെ അടുക്കളെ അടയ്ക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന കാര്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. അതോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാം എന്ന രീതിയിൽ വാഗ്ദാനങ്ങൾ നടത്തുക, എന്നിട്ട് ആ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ എല്ലാം മറക്കുക, അവർ വിസ്മരിക്കുകയാണ്. അല്ലെങ്കിൽ കേരളം ഒരു 425 കോടി എന്നുള്ളത് 425 കോടിയുടെ ഇരട്ടിയാകും, അത്രയല്ലേ ഉള്ളൂ പൂർണ്ണമായിട്ട് സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ കൊടുക്കാൻ കേരള ഖജനാവിന് കഴിവില്ല എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതായത് ആർക്കും ജാള്യം തോന്നുന്ന ഒരു വസ്തുതയാണ്. കാരണം ഖജനാവ് എംറ്റി ആകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ധനധൂർത്താണ് ഒരു വശത്ത്, അതുപോലെ തന്നെ വിഭവ സമാഹരണത്തില് പാളിച്ച വരുത്തുകയാണ്. അതായത് കാര്യക്ഷമമായി വിഭവ സമാഹരണം, റവന്യൂ വരുമാനം, നികുതി വരുമാനവും നികുതിയേതര വരുമാനവും വേണ്ട രീതിയിൽ സംഭരിക്കുകയാണെങ്കിൽ
ഖജനാവ് നിറയ്ക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ ഒന്നും നടത്താതെ ആ നവകേരളം, കേരളീയം എന്നിങ്ങനെയുള്ള മാമാങ്കങ്ങളുമായിട്ട് ഗവൺമെന്റ് നടക്കുന്ന ഗവേണൻസേ ഇല്ല. അങ്ങനെ ഗവേണൻസ് ഇല്ലാത്ത ഒരു സംസ്ഥാനത്താണ് ഒരു 1000 കോടിക്ക് അടുത്ത് 800 കോടിയിൽ ഉയർന്ന സംഖ്യ ഇങ്ങനെ, അതായത് സബ്സിഡി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അതായത് കാർഷിക മേഖലയിൽ സബ്സിഡി കൊടുക്കരുത്, അതുപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യ സബ്സിഡി കൊടുക്കരുത് എന്ന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതിന്റെ അജണ്ടയിൽ പറയുന്നില്ല. 1995 മരാക്കേഷിൽ വെച്ച്, മൊറോക്കോയിലെ മരാക്കേഷിൽ വെച്ച് രാജ്യങ്ങൾ ഒത്തുചേർന്ന് എടുത്ത ആ തീരുമാനം, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കരാറ്, ആ കരാറിനകത്ത് അഗ്രികൾച്ചറൽ GDPയുടെ 10% വരെ കാർഷിക മേഖലയ്ക്ക് സബ്സിഡി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഭക്ഷണം കർഷകന്റെ കയ്യിൽ നിന്ന്, അതായത് കാർഷിക മേഖലയിൽ നിന്ന് വരുന്നതായത് കാരണം ഭക്ഷ്യ സബ്സിഡിയും നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ എന്താണ് പറയുക, ബജറ്റിൽ പറഞ്ഞ ബജറ്റിൽ പറഞ്ഞതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദ്യം 1930 കോടി 30.88 കോടിയാണ് ഭക്ഷ്യ മേഖലയ്ക്ക് വേണ്ടി, ഭക്ഷ്യ വകുപ്പിന് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. അത് അവസാനം 2001 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പ്രകടന പത്രിക അതിലെ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വർണം വെറുതെ തരാം എന്ന് പറയുന്ന വാഗ്ദാനം പോലെയല്ല. നിങ്ങൾക്ക് 13 ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് നിങ്ങൾക്ക് നിയന്ത്രിത വിലയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത്. ആ വാഗ്ദാനം തള്ളിക്കളയേണ്ട വാഗ്ദാനമല്ല, വെള്ളം ചേർക്കേണ്ട വാഗ്ദാനമല്ല, മറന്നു കളയാവുന്ന വാഗ്ദാനമല്ല, എന്നും ജനങ്ങൾ ഉള്ളിൽ കരുതുന്ന വാഗ്ദാനമാണ്. അത് കിട്ടാതെ വരുമ്പോൾ അവിടെ പോഷകാഹാര ദാരിദ്ര്യം ഉണ്ടാകും, ശിശു മരണങ്ങൾ ഉണ്ടാകും, അങ്ങനെ പലതും ഡെമോക്രസിയുടെ അപജയത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ പാവപ്പെട്ടവരെ തള്ളിവിടരുത് എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്.